ഹായ് അസ്സാം വലൈക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ രാവിലെ മുതൽ രാത്രി വരെയുള്ള വിശേഷങ്ങളാണ് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കണ്ടു നോക്കുക. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒരു സ്മൈലി എങ്കിലും കമൻ്റായിട്ട് അറിയിക്കാനും മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്യുക. അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഇന്നലത്തെ മീൻ മുളകിട്ടതും അതുപോലെ ഓട്ടടയാണ് കേട്ടോ. അപ്പോൾ അതാ ഞാൻ ഓട്ടടക്കുള്ള അരി നല്ലോണം കഴുകിക്കണം. ഇനിയിപ്പോൾ അതൊന്ന് അരച്ചെടുക്കണം. ഇവിടെ ഞാൻ 2 കപ്പ് പച്ചരിയാണ് കേട്ടോ എടുത്തുക്കണത്. അപ്പോൾ അത് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് അരച്ചെടുക്കുന്നുണ്ട്. പിന്നെ അടുത്ത ബാച്ചും കൂടി അരച്ചെടുക്കുമ്പോൾ 2 കപ്പ് അരിക്ക് ഒരു 1/2 കപ്പ് ചോറാണ് കേട്ടോ വേണ്ടത്. പിന്നെ അതും ഇതുപോലെ തന്നെ വെള്ളം കൂടാതെ ഒന്ന് അരച്ചെടുക്കണം. ഓട്ടടൻ്റെ ഒക്കെ കൺസിസ്റ്റൻസി എല്ലാവർക്കും അറിയാമല്ലോ. നല്ലോണം ലൂസാവാനും പാടില്ല, നല്ലോണം തിക്കാവാനും പാടില്ല. അപ്പോൾ ഇതാ ചോറൊക്കെ ചേർത്ത് അരച്ചിട്ട് പിന്നെ തേങ്ങ നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. കൂടുതൽ തേങ്ങ ആവശ്യമുള്ളവർക്ക് അങ്ങനെ ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണുള്ളൂ, നല്ലോണം അരയണ്ട. അപ്പോൾ ഇതാ ഈ ഒരു കൺസിസ്റ്റൻസിയാണ് കേട്ടോ ഓട്ടടൻ്റെ മാവിന് വേണ്ടത്. വെള്ളം കൂടിയിട്ടുണ്ടെങ്കിൽ ഓട്ടട റെഡി ആവില്ല. ഈ ഒരു ഓട്ടടച്ചട്ടി ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് പർച്ചേസ് ചെയ്തതാണ് കേട്ടോ. നല്ല അടിപൊളിയാണ് ഓട്ടടയൊക്കെ ചുടാൻ. അപ്പോൾ ഓട്ടടൻ്റെ മാവ് ഒഴിച്ച് ഹോൾസ് വന്നതിന് ശേഷമാണ് കേട്ടോ ഓട്ടട മൂടിയൊക്കെ ഉണ്ടത്. അപ്പോൾ ഇതുപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഓട്ടട കിട്ടും. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റും ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞങ്ങനെ കേട്ടോ. പിന്നെ ചായ കുടിച്ചിട്ടില്ല. ഇന്ന് സ്കൂളില്ലാത്തൊരു ദിവസമായിരുന്നു. സെക്കൻഡ് സാറ്റർഡേ ആയ കാരണം ശനിയാഴ്ച മക്കൾക്ക് സ്കൂളൊന്നും ഉണ്ടായിരുന്നില്ല. അന്ന് എടുത്തിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. ഇനിയിപ്പോൾ ഈ കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ടുള്ള ഈ ഒരു വുഡൻ്റെ സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ആക്കാണ്ട്, അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്യാണ്. അങ്ങനെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഇതാ കുറച്ച് ക്യാരറ്റ് ഉണ്ടായിരുന്നു, അതൊന്ന് ഉപ്പിലിടാമെന്ന് വിചാരിച്ചിട്ട് അതിതാ നല്ലോണം കഴുകി തോലൊക്കെ കളഞ്ഞതുപോലെ നീളത്തിലുള്ള പീസാക്കിയിട്ട് ഒന്ന് കട്ട് ചെയ്തെടുത്തിക്കണ്. ഇങ്ങനെ ആകുമ്പോൾ മക്കൾക്ക് നല്ല ഇഷ്ടമാവും. ഇതുപോലെ അങ്ങനെ നീളത്തിൽ കട്ട് ചെയ്തിട്ട് എടുക്കുകയാണെങ്കിൽ അതിൽക്കൊരു 2 പച്ചമുളകും ആവശ്യത്തിനുള്ള ഉപ്പും ഒരു കുറച്ച് സുർക്കയും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. സുർക്ക പറഞ്ഞാൽ ഒരു 1/4 കപ്പൊക്കെ മതി. 1/4 കപ്പും വേണ്ട, സുർക്ക അത്ര നല്ലതല്ലല്ലോ. അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർക്കുന്നുണ്ട്. പിന്നെ ഞാൻ തിളപ്പിച്ചാറിയ വെള്ളമൊന്നും അല്ല കേട്ടോ ചേർക്കുന്നത്. പെട്ടെന്ന് തന്നെ ഇപ്പോൾ ഇന്ന് ഇടുകയാണെങ്കിൽ അത് നാളെ തന്നെ തീരും. അപ്പോൾ പിന്നെ തിളപ്പിച്ചാറിയ വെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. അതിലേക്ക് സാധാ ഫിൽറ്റർ ചെയ്ത വെള്ളം ഒഴിച്ചെടുത്തിക്കണ്. പിന്നെ ഇത് രാത്രിയാണ് കേട്ടോ.
ഫുഡ് കഴിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിരിക്കണേ. അപ്പോൾ ഞാൻ ഇന്നൊരു മാംഗോ ചീസ് കേക്കാണ് കേട്ടോ റെഡിയാക്കണത്. അപ്പോൾ ഇത് ഞാൻ വൈകുന്നേരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വിചാരിച്ചതായിരുന്നു. പക്ഷേ ഗസ്റ്റും കാര്യങ്ങളൊക്കെ ഉള്ള കാരണം ആ ഒരു സമയത്ത് പറ്റിയില്ല. പിന്നെ ഈ ഒരു ചീസ് കേക്ക് എന്ന് പറയുന്നത് നല്ല ഇഷ്ടമുള്ളൊരു ഡിഷാണ് കേട്ടോ. എത്ര കഴിച്ചാലും മതിയാവില്ല. നല്ല ഫേവറേറ്റ് ഫുഡ് വേണമെന്ന് പറയാം. അത്രയ്ക്ക് ഇഷ്ടമാണ് കേട്ടോ ഈ ഒരു ചീസ് കേക്ക്. അപ്പോൾ ചീസ് കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ ഒരു 10 ഗ്രാം ജലാറ്റിന് ഒരു 1/4 കപ്പ് വെള്ളത്തിലൊന്ന് കുതിർത്ത് വെക്കുന്നുണ്ട്. അതൊരു 10 മിനിറ്റൊക്കെ ആകുമ്പോൾ ഇങ്ങനെ കുതിർന്നിട്ട് പൊന്തി വരും കേട്ടോ. ഇനിയിപ്പോൾ അത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് അവിടെ മാറ്റി വെക്കാം. ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ ബ്രിട്ടാനിയൻ്റെ മാരി ഗോൾഡ് എന്നുള്ള ഒരു മാരി ലൈറ്റ് എന്നുള്ളൊരു ബിസ്ക്കറ്റാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഡൈജസ്റ്റീവായിട്ടുള്ള ഏത് ബിസ്ക്കറ്റും പറ്റും. പിന്നെ ഗുഡ് ആൻഡ് ബിസ്ക്കറ്റും പറ്റും കേട്ടോ. പിന്നെ നമ്മൾ ബിസ്ക്കറ്റ് പൊടിക്കുമ്പോൾ നല്ല ഫൈനായിട്ടുള്ള പൗഡർ ആവണ്ട, ജസ്റ്റ് ഒരു തരിയോട് കൂടിയിട്ടുള്ള പൗഡറാണ്, അങ്ങനെയാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ ഞാൻ ഇതൊരു 185 ഗ്രാമിൻ്റെ ബിസ്ക്കറ്റ് പാക്കാണ്. അതിൽ നിന്നൊരു 4-5 ബിസ്ക്കറ്റ് ബാക്കി വെച്ചിട്ട് ബാക്കിയുള്ളതൊക്കെ എടുത്തുക്കണേ. ഇനിയിപ്പോൾ ഇതിൽക്കൊരു 90 ഗ്രാം മെൽറ്റഡ് ബട്ടറാണ് കേട്ടോ, അൺസാൾട്ടഡ് ബട്ടറാണ് വേണ്ടത്. ഇനിയിപ്പോൾ ബട്ടർ അല്ലെങ്കിൽ നെയ്യ് എടുത്താലും മതി. അത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ ഞാൻ ഇതുപോലുള്ളൊരു ചീസ് കേക്ക് ഉണ്ടാക്കുന്ന മൗൾഡ് തന്നെയാണ് എടുക്കുന്നത്. ഇനിയിപ്പോൾ സാധാ കേക്ക് ടിന്നായാലും കുഴപ്പമില്ല. അതിലിങ്ങനെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ റെഡിയാക്കിയിട്ട് അങ്ങനെ വെച്ചാൽ മതി കേട്ടോ. ഈ ഒരു ബിസ്ക്കറ്റ് നമുക്ക് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ തന്നെ ഇതൊന്ന് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കുക. അപ്പോൾ തന്നെ ഇതാ ജലാറ്റിനൊക്കെ ഇതുപോലെ കുതിർന്ന് വന്നിക്കണം. ഇനിയിപ്പോൾ ഇത് ഡബിൾ ബോയിലായിട്ട് അങ്ങനെ മെൽറ്റ് ചെയ്തെടുത്താലും മതി. ഞാൻ എയർ ഫ്രയറിലൊരു 20 സെക്കൻഡ് ഒന്ന് വെച്ചെടുത്തിട്ട് അതൊന്ന് മെൽറ്റാക്കിയിട്ട് എടുത്തുക്കണേ. ഇനിയിപ്പോൾ വേറൊരു ബൗളിലേക്ക് 1 കപ്പ് ക്രീം ചീസാണ് കേട്ടോ എടുത്തുക്കണത്. ഈ ഒരു ക്രീം ചീസ് ഞാൻ വീട്ടിൽ തന്നെ റെഡിയാക്കിയിട്ട് എടുത്തിട്ടുള്ള ക്രീം ചീസാണ്. 2 പാക്ക് പാല് വെച്ചിട്ടാണ് കേട്ടോ റെഡിയാക്കിയിട്ട് എടുത്തുക്കണത്. അതിലേക്ക് ഇതാ ഞാനൊരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്തിട്ട് അത് നല്ലോണം ഒന്ന് സോഫ്റ്റ് ആക്കിയിട്ട് എടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ബീറ്റർ ഇല്ലെങ്കിൽ വിസ്ക് വെച്ചിട്ട് നല്ലോണം സോഫ്റ്റ് ആക്കിയിട്ട് എടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഞാനൊരു 1/2 കപ്പ് നമ്മൾ നല്ല പഴുത്ത നല്ല മധുരമുള്ള മാങ്ങ അടിച്ചതും കൂടി ചേർത്ത് കൊടുത്തിരിക്കുന്നത്. 1 കപ്പ് വരെ മാംഗോൻ്റെ പ്യൂരി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഒരു 1/2 കപ്പാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. കാരണം എൻ്റെ അടുത്ത് ഒരു വലിയ മാങ്ങയാണ് ഉണ്ടായിരുന്നത്. അതും ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ജലാറ്റിൻ ഉണ്ടല്ലോ, അതും ഇതിലേക്ക് ചേർത്തിട്ട് 3ഉം കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ അതവിടെ ഇരിക്കട്ടെ. വേറൊരു ബൗളിലേക്ക് 1 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തുക്കണേ. ഇത് മധുരമുള്ള വിപ്പിംഗ് ക്രീമാണ് കേട്ടോ. അത് കാരണം ഞാൻ മധുരം ചേർത്ത് കൊടുക്കണില്ല. ഇനി വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് കുറച്ച് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതാ ഇതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുത്തുക്കണേ. സ്റ്റിഫ് പീക്കൊന്നും ആവണ്ട. ഞാനിപ്പോൾ കാണിച്ചെന്ന ഒരു കൺസിസ്റ്റൻസി മതി കേട്ടോ. ഇനിയിപ്പോൾ അതിലേക്ക് നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ക്രീം ചീസിൻ്റെ മിക്സും കൂടി ചേർത്തിട്ട് എല്ലാതും കൂടി ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ബീറ്ററില്ലെങ്കിൽ എല്ലാതും വിസ്ക് വെച്ചിട്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇതാ എല്ലാതും നല്ലോണം മിക്സ് ചെയ്തെടുത്തുക്കണേ. ഇനിയിപ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു ബിസ്ക്കറ്റിൻ്റെ ബേസിലേക്ക് ഈ ഒരു ക്രീം ഇട്ടിട്ടൊന്ന് ലെവലാക്കി കൊടുക്കാം. പിന്നെ ഇങ്ങനത്തെ ഐറ്റംസ് ഉണ്ടാക്കുമ്പോൾ കൂടെ മക്കളും ഉണ്ടാവും കേട്ടോ. അത് ഞാൻ ചെയ്യുക, ഇത് ഞാൻ ചെയ്യുക, ബീറ്റ് ചെയ്യൽ ഞാൻ ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇതാ ഇത് മോനാണ് കേട്ടോ ചെയ്യുന്നത്. എല്ലാ കാര്യത്തിനും ഓരോരുത്തരുണ്ടാവും. അതിൻ്റെ കൂടെ ആവണേൻ്റെ മുന്നേ തന്നെ കഴിക്കാനും ആൾക്കാരുണ്ടാവും. അപ്പോൾ ഇതാ അത് ഒരു അരമണിക്കൂർ ഫ്രീസർക്ക് മാറ്റിയിരിക്കണേ. ആ ടൈമിൽ തന്നെ ഒരു 10 ഗ്രാം ജലാറ്റിനും കൂടി ഇതുപോലെ ഒന്ന് 10 മിനിറ്റ് ഒന്ന് കുതിർത്തി വെച്ചിരിക്കണേ. ഇനിയിപ്പോൾ ഒരു പാനിലേക്ക് 1 കപ്പ് നല്ല മാങ്ങ അരച്ചത് ചേർത്ത് കൊടുത്തിക്കണേ. അതിലേക്ക് ഇതാ ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ഒരു 1/4 കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. മധുരം മാങ്ങൻ്റെ മധുരത്തിനനുസരിച്ചിട്ട് അങ്ങനെ എടുത്താൽ മതി കേട്ടോ. എന്നിട്ട് ജസ്റ്റ് ഇതുപോലെ ഒരു തള വരുന്ന ടൈമിൽ അത് നമുക്ക് ഇറക്കി വെച്ചിട്ട് നമ്മൾ മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ജലാറ്റിൻ ഉണ്ടല്ലോ, അത് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. ആ ഒരു ചൂടോട് കൂടി തന്നെ മിക്സ് ചെയ്യണം കേട്ടോ. എന്നാൽ ആ ഒരു ജലാറ്റിന് അതിൽ തന്നെ മെൽറ്റ് ആവാനാണ്. നമ്മൾ ഡബിൾ ബോയിലൊന്നും ചെയ്യണില്ലല്ലോ. ഒരു അരമണിക്കൂർ ആ ഒരു ക്രീമിൻ്റെ ബേസ് സെറ്റ് ചെയ്തെടുത്തതിന് ശേഷം അതിൻ്റെ മുകൾക്ക് ഈ ഒരു മാംഗോൻ്റെ പ്യൂരി ഒഴിച്ചു കൊടുക്കുക. അത് അരമണിക്കൂർ തന്നെ സെറ്റ് ആവണം കേട്ടോ. അല്ലെങ്കിൽ ആ ഒരു ക്രീമും ഈ ഒരു മാംഗോൻ്റെ പ്യൂരിയൊക്കെ മിക്സ് ആവും. ഇനിയിപ്പോൾ ഇത് ഞാനൊരു ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് രാവിലെയാണ് കേട്ടോ ഇത് എടുത്തിക്കണത്. ഒരു 6-7 മണിക്കൂർ എന്തായാലും ഫ്രിഡ്ജിൽ വെക്കണം. അപ്പോൾ ഇതാ രാവിലെ ആയപ്പോഴത്തേന് നമ്മളിത് അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് വന്നിരിക്കണം. എന്ത് ഭംഗിയാണല്ലേ കാണാൻ. അതുപോലെ ടേസ്റ്റുമാണ് കേട്ടോ കേൾക്കാൻ.
ഇനിയിപ്പോൾ അതൊന്ന് മുറിച്ചും കൂടി കാണിച്ചു തരാം. അപ്പോൾ ഇതാ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അടിപൊളി മാംഗോ ചീസ് കേക്കാണ്. വായിലിട്ട് അലിഞ്ഞു പോകുന്നൊക്കെ പറയില്ലേ, അത്രയ്ക്ക് ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ ടേസ്റ്റ് പറയുകയാണെങ്കിൽ നമ്മൾ കടയിൽ നിന്ന് മേടിക്കണില്ലാറെ ടേസ്റ്റ് എന്ന് പറയുക, അത്രയ്ക്ക് ടേസ്റ്റാണ്. പിന്നെ കടയിൽ നിന്നൊക്കെ മേടിക്കുമ്പോൾ ഈ ഒരു പീസിന് നല്ല റേറ്റും കൊടുക്കണം. അപ്പോൾ വീട്ടിലുണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് മതിയാവോളം കഴിക്കാനും പറ്റും. പിന്നെ ക്രീം ചീസും കാര്യങ്ങളൊക്കെ വീട്ടിൽ റെഡിയാക്കിയിട്ട് എടുക്കുകയാണെങ്കിൽ അത്ര എക്സ്പെൻസ് ഒന്നും വരില്ല കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.